നമസ്കാരം. രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നടന്ന UPSC പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ആൻസർ കീയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇത് വെറുതെ നമ്മൾ ആൻസർ പറഞ്ഞു പോവുകയല്ല, പകരം നമ്മൾ വിശകലനം ചെയ്തും കൂടാണ് പോകുന്നത്. അപ്പം പൊതുവെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലർക്കും ടഫായിരുന്നു. പലർക്കൊന്നല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്, പ്രത്യേകിച്ച് ജനറൽ നോളജിന്റെ ഭാഗത്തുനിന്നും മാത്സിന്റെ ഭാഗത്തുനിന്നും. എന്നാൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ നടത്തിയ LPUPക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ UPSCക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് കോഴ്സുകളിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിലും നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്കുകളാണ് കൂടുതലും ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആദ്യം മുതൽ ഈ പറയുന്ന അവസാനം വരെ ഈ പറയുന്ന കോഴ്സ് പിന്തുടർന്നവർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് വിഷുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് വിഷുമായി ബന്ധപ്പെട്ട നമുക്ക് നിയമമുണ്ട്. എന്താ? വിഷ് എന്ന് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ വിഷ് അല്ലെങ്കിൽ വിഷസ്, അതായത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ തുടർന്ന് വരേണ്ട ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് വരണം. എന്നാൽ ഇവിടെ വിഷ്ഡ് എന്നാണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ തുടർന്ന് വരേണ്ട ഭാഗത്ത് പാസ്റ്റ് പെർഫെക്റ്റ് വരണം. നമുക്ക് കാണാൻ കഴിയുക വിഷാണ്, അതായത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ക്യാനും വില്ലും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്കിത് പറ്റത്തില്ല. പിന്നെ ഉള്ളവിടെയുള്ളത് കുഡും ഹാഡുമാണ്. ഇവിടെ കുഡ് വരുമോ ഹാഡ് വരുമോ? ഇവിടെ ഹാഡ് വരില്ല. കാരണം എന്താ? ഹാഡ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം V3 ഫോമാണ് വരേണ്ടത്. ഇവിടെ എന്താണ്? V1 ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാഡും വരത്തില്ല. പിന്നെ കുഡിനെ നമുക്കൊന്ന് പരിഗണിച്ചാൽ ശരിയാവും, കാരണം കുഡ് പാസ്റ്റ് ടെൻസുമാണ്, ഒപ്പം മോഡൽ ആക്സറീസുമാണ്. അങ്ങനെ മോഡൽ ആക്സറിക്ക് ശേഷം നമുക്ക് എന്തെഴുതാം? V1 ഫോം എഴുതാം. ഓക്കെ, V1 ഫോം എഴുതാം. ഇത് V1 ഫോം ആണല്ലോ ഹെൽപ്പ്. അപ്പോൾ കുഡ് നമുക്ക് ഇവിടെ എഴുതാം. കുഡ് ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമുക്കിവിടെ ആൻസർ ആയിട്ട് എന്താ എഴുതാം? കുഡ് എഴുതാം. ഓക്കെ, ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഹെവി ഡൗൺപോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക് ഡാഷ് ദ ഹോൾ ഏരിയ. അതായത് ശക്തമായ മഴ, കഴിഞ്ഞ ആഴ്ച ഉടനീളം പെയ്ത ശക്തമായ മഴ ഈ പറയുന്ന മൊത്തത്തിലുള്ള ഏരിയയെ എന്ത് ചെയ്തു? വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി എന്നാണ്. ഇനണ്ടേറ്റ് എന്ന് വെച്ചാൽ എന്താർത്ഥം? വെള്ളത്തിൽ മുക്കിത്താഴ്ത്തുക എന്നർത്ഥമില്ല. അപ്പൊ ഇവിടെ എന്ത് വരും? ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ടോപ്പിക്കും നമ്മൾ പല ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട ടൈമിംഗ് വേർഡാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ടൈമിംഗ് വേർഡ് ഉണ്ട്. ഏതാ? പ്രീവിയസ് എന്ന് പറയുന്നത്. ഈ പ്രീവിയസ് എന്ന് പറയുന്നത് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്? പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡാണ്. അപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുമ്പോൾ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഈ എയും സിയുമാണ്. ഹാഡ് ഇനണ്ടേറ്റഡും ഹാഡ് ബീൻ ഇനണ്ടേറ്റഡും. എന്നാൽ ഹാസ് ഇനണ്ടേറ്റഡും ഈസ് ഇനണ്ടേറ്റഡും എന്താണ്? പ്രസന്റ് ടെൻസിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എയും സിയുമാണ്. ഇവിടെ എന്ത് വരും? ഇവിടെ നോക്കുക, ഹാഡ് ഇനണ്ടേറ്റഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസും ഹാഡ് ബീൻ ഇനണ്ടേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? പാസീവ് വോയിസുമാണ്. അതായത് ഇത് ആക്റ്റീവ് വോയിസ് ഫോമിലുള്ള വെർബ് ഫോമും ഇത് പാസീവ് വോയിസിലുള്ള വെർബ് ഫോമുമാണ്. ഓക്കെ, ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പാസീവ് ഫോം ഒക്കെ. കാരണം പാസീവ് ഫോമിന്റെ പൊതുവായ ഘടന നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ബി ഫോംസ് പ്ലസ് V3 ഇങ്ങനെ വരുന്ന വെർബ് ഫോം എല്ലാം എന്തായിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. ഇവിടെ നോക്കാം, ബിയുടെ ഫോംസ്, ബിയുടെ ഏതെങ്കിലും ഫോംസ് വരാം. ഇവിടെ നോക്കുക, ഹാഡ് ബീൻ എന്ന് പറയുന്നത് ബിയുടെ രൂപമാണ്. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ് ഹാഡ് ബീൻ. അതിനുശേഷം V3, ഈ ഇനണ്ടേറ്റഡ് എന്ന് പറയുന്നത് V3 ഫോമാണ്. അങ്ങനെ V3 വന്നു കഴിഞ്ഞാൽ പാസീവ് വോയിസ് ആയി മാറും. അപ്പൊ ഇത് പാസീവ് ഫോമാണ്. നമുക്കിവിടെ എന്താണ് വേണ്ടുന്നത്? ആക്റ്റീവ് ഫോമാണ്. എന്താ കാര്യം? കാരണം ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? സബ്ജക്റ്റിലാണ്. ഹെവി ഡൗൺ പോർ എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഈ ശക്തമായ മഴ, ആ മഴയാണ് ഈ പറയുന്ന ഏരിയയെ എന്ത് ചെയ്തത്? വെള്ളത്തിൽ മുക്കി താഴ്ത്തിയത്. വെള്ളത്തിൽ മുക്കി താഴ്ത്തുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തത് ആരാണ്? ഈ ശക്തമായ മഴയാണ്. അപ്പൊ അത് സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റീവ് ഫോമിലുള്ള എന്താണ്? വെർബ് ഫോമാണ് വേണ്ടുന്നത്. അത് ഈ പറയുന്ന ഹാഡ് ഇനണ്ടേറ്റഡ് എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ വരും, ഹെവി ഡൗൺപോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക് ഹാഡ് ഇനണ്ടേറ്റഡ് ദ ഹോൾ ഏരിയ എന്ന് ആൻസർ ആയിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ആൾ. അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം എന്തല്ല, ഹെൽത്തി അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറക്കം എന്ന് വരണം. നമുക്കറിയാം സ്ലീപ്പ് എന്ന് വെച്ചാൽ എന്താ, ഉറങ്ങുക എന്നുള്ളതാണ്. അത് വെർബ് ഫോമാണ്. അപ്പൊ ആ സ്ലീപ്പ്, ഉറങ്ങുക എന്ന് പറയുന്ന സ്ലീപ്പിന്റെ സിമ്പിൾ പ്രസന്റ് ഫോമാണ് സ്ലീപ്സ്. സ്ലെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിന്റെ പാസ്റ്റ് ടെൻസാ. അങ്ങനെ പറഞ്ഞാൽ ഈ രണ്ടും എന്താണ്, വെർബ് ഫോംസ് ആണ്. നമുക്കിവിടെ എന്താ വേണ്ടുന്നത്, നൗൺ ഫോം ആണ് വേണ്ടത്. കാരണം ഉറക്കം എന്നർത്ഥം നൽകുന്ന നൗൺ ഫോം. ഉറങ്ങുക എന്ന് പറയുന്നത് വെർബും ഉറക്കം എന്ന് പറയുന്നത് എന്താണ്, നൗൺ ഫോമുമാണ്. അങ്ങനെ ആകുമ്പോൾ എന്താവും, സ്ലീപ്പിംഗ് എന്ന് വരും. എന്താണ് സ്ലീപ്പിംഗ്? ഇതെന്ന് പറയുന്നത് ഏത് ഫോമാണ്, ജെറണ്ട് ഫോമാണ്. അപ്പൊ ജെറണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്ലീപ്പിംഗ് ജെറണ്ട് ഫോമാണ്, ഉറക്കം. അപ്പൊ ആ അർത്ഥം വരുന്ന ഓപ്ഷനാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അത് ബി ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ബി ആയിരിക്കും. അപ്പൊ അങ്ങനെ വരും, സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ആൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദേ വിൽ ഹാവ് ടു ഡാഷ് ഇഫ് ദേ വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ. കാരണം എന്താ, ഇവിടെ ഇഫ് ക്ലോസ് വന്നിട്ടുണ്ട്. ഇഫ് ദേ വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ എന്നുള്ള സംഭവം വന്നിട്ടുണ്ട്. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ വിൽ വന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഈ ഭാഗം ശരിയാക്കുക എന്നുള്ളതല്ല, ഇതിന് ശേഷമുള്ള ഭാഗം ശരിയാക്കുക എന്നുള്ളതാണ്. സാധാരണ ഇഫ് ക്ലോസിൽ ഈ ഭാഗം ശരിയാക്കാൻ വേണ്ടിയായിരിക്കും ചോദ്യം വരുന്നത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ ടൂവിന് ശേഷം എന്ത് വരും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷം, അല്ലെ, ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷം ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എഴുതേണ്ടത് ആ വെർബിന്റെ റൂട്ട് ഫോം ആയിരിക്കണം, അല്ലെങ്കിൽ യഥാർത്ഥ രൂപമായിരിക്കണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നിരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിനകത്ത് യഥാർത്ഥ രൂപം ഏതാ, റൺ ആണ്. റൺ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഈ പറഞ്ഞ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരും, ദേ വിൽ ഹാവ് ടു റൺ ഇഫ് ദേ വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ എന്ന് വരും. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, എ എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, അവർ ബസ് വെന്റ് ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ബസ് ഫോറസ്റ്റിലൂടെ പോയി. എവിടേക്ക്, ടു ദ റിവർ ബാങ്ക്. ഞങ്ങൾ ആ റിവർ ബാങ്കിൽ പോയത് എന്തിലൂടെയാണ്, ഫോറസ്റ്റിലൂടെയാണ് പോയത്. അപ്പോൾ ഊടെ എന്നൊരർത്ഥം വരുന്ന പ്രിപ്പോസിഷനാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഇത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് നോക്കുക, ഇൻ കൊടുത്തിട്ടുണ്ട്, എക്രോസ് കൊടുത്തിട്ടുണ്ട്, ത്രൂ കൊടുത്തിട്ടുണ്ട്, ഡൗൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ, ഇതിലൂടെ, ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ്. ഇതിന്റെ അർത്ഥവും ഞാൻ പറഞ്ഞു തന്നാണ്. അതിലൂടെ, ഇതിലൂടെ എന്നൊക്കെ അർത്ഥം വരണമെങ്കിൽ ഏത് പ്രിപ്പോസിഷനാണ് വേണ്ടുന്നത്, ത്രൂ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഈസ് ആൻ ഇംപറേറ്റീവ് സെൻസ്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ആ ടൈപ്പ് ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. വിച്ച് ഈസ് ആൻ ഇംപറേറ്റീവ് സെന്റൻസ്. ഏതാണ് ഇവിടെ ഇംപറേറ്റീവ് സെന്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ. നോക്കുക, ഹീ ഈസ് സോ ക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കിടപ്പുണ്ട്, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കിടപ്പുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും, എക്സ്ക്ലമേറ്ററി സെന്റൻസാണ്. അപ്പൊ നമുക്ക് ഇത് വരത്തില്ല. ദ പ്ലാന്റ് ഈസ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് അസർട്ടീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇതും വരത്തില്ല. ഇനി വേർ ഈസ് മൈ റാബിറ്റ് എന്ന് പറയുമ്പോൾ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടപ്പുണ്ട്. അപ്പൊ അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. നമ്മുടെ ചോദ്യം ഇംപറേറ്റീവ് സെന്റൻസ് എന്നാണ്. ഇംപറേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താ, വെർബിൽ തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ വെർബിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന സെന്റൻസിനാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ റീഡ് എന്ന് പറയുന്നതാണ് ഒരു വെർബാണല്ലോ. അപ്പൊ വെർബിൽ തുടങ്ങിയതുകൊണ്ട്, അല്ലെങ്കിൽ വെർബിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സെന്റൻസിനെ നമുക്ക് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഇവിടെ റീഡ് എന്ന് പറയുന്ന വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അതിനെ നമുക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാണ്ടോ ഡാഷ് എ ഗൺ. അപ്പൊ ഇത് ബൈ എന്ന് പറയുന്നതും വിത്ത് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ആരെ സൂചിപ്പിക്കാനായിരിക്കും, ഏജന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്.
അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന ഏജന്റിനെ അല്ലെങ്കിൽ ആളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ബൈ ഉപയോഗിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്തു, ദാറ്റ് മീൻസ് ഏത് ഉപകരണം കൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, വിത്ത്. ഓക്കെ, ബൈ വ്യക്തിയെ സൂചിപ്പിക്കുന്നതും അതായത് പ്രവൃത്തി ചെയ്ത വ്യക്തിയെ സൂചിപ്പിക്കുന്നതും എന്ത് ഉപകരണം വെച്ചാണ് അല്ലെങ്കിൽ എന്ത് വെച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്നതാണ് വിത്ത്. അപ്പൊ ഇവിടെ ഫെർണോണ്ട ആണ് ഈ ടൈഗറിനെ കൊന്നത്. എന്ത് വെച്ചുകൊണ്ട്? അയാൾ അതിനുവേണ്ടി ഉപയോഗിച്ച ഉപകരണം ഏതാണ്? ഗണ്ണാണ്. അപ്പൊ ഗണ്ണാണ് ഇവിടുത്തെ ഡിവൈസ്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? വിത്ത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വിത്ത് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് യു ഡാഷ് ദ വർക്ക് യു ക്യാൻ ഗോ. അപ്പൊ ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്ന 78ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് വരും? അപ്പൊ നമുക്ക് ഇഫ് ക്ലോസിന് ശേഷമുള്ള ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യു ക്യാൻ ഗോ ആണ്. അപ്പൊ അവിടുത്തെ വന്നിരിക്കുന്നത് സഹായകരെ ക്യാൻ ആണ്. അപ്പം വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ ഓർ മസ്റ്റ് എന്ന രീതി വന്നു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ട ഇഫ് ക്ലോസ് ഏതായിരിക്കണം? സിമ്പിൾ പ്രസന്റിലുള്ള ഇഫ് ക്ലോസ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വെർബ്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ്സും കംപ്ലീറ്റും സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ഇത് ഇവിടെ കംപ്ലീറ്റ്സ് വരുമോ കംപ്ലീറ്റ് വരുമോ? അതെന്തിനെ ആശ്രയിച്ച? ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ച. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണല്ലോ. യു പ്ലൂറൽ ആണ് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് പ്ലൂറൽ ഫോമിലുള്ള വെർബാണ് എഴുതേണ്ടത്. അതേതായിരിക്കും? കംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനെ വരും ഇഫ് യു കംപ്ലീറ്റ് ദ വർക്ക് യു ക്യാൻ ഗോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഇഡിയം റൈഡ് ദ ഹൈ ഹോഴ്സ്. ഓക്കെ, എന്ന് പറയുന്ന ഈ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായിരിക്കും? ഫീൽ പ്രൗഡ് എന്നാണ്. അതാണ് ഫീൽ പ്രൗഡ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഓർ അൺലാഫുൾ. അത് തെറ്റായതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്ത വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്കെന്ത് വിളിക്കാം? മിസ്ക്രിയന്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? മിസ്ക്രിയന്റ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി എന്താണ് ഫിലാറ്റലിസ്റ്റ്? നമുക്കറിയാം, വൺ ഹു സ്റ്റഡീസ് ഓർ കളക്ട്സ് സ്റ്റാമ്പ്സ്. സ്റ്റാമ്പുകളെ കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ആളിനെ നമുക്ക് ഫിലാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ഇനി പെഡാന്റിക് എന്ന് വെച്ചാൽ അർത്ഥം കൂടുതൽ അറിവുണ്ടെന്ന് കാണിക്കുന്ന. അപ്പൊ അങ്ങനെയുള്ള ആളെ നമുക്ക് പെഡാന്റിക് എന്ന് പറയാം. നേറ്റീവ് നമുക്കറിയാം സ്വദേശി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പരീക്ഷ നമുക്ക് ചോദിച്ചത്. അപ്പൊ നമ്മളുടെ വിശദമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തു, ചർച്ച ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നമ്മുടെ അടുത്ത കോഴ്സ് തുടങ്ങിയാണ്. നമ്മുടെ LDCയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം അതിന്റെ പ്രിലിമിനറി പരീക്ഷ ഈ ഫെബ്രുവരിയിൽ നടക്കും. അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ മെയിൻ പരീക്ഷ പ്രഖ്യാപിക്കുക. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രിലിമിനറി പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തുടങ്ങണം. നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മുടെ കോഴ്സ് ഉടനെ നമ്മൾ ആരംഭിക്കും. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ചിട്ട്, നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ ടോപ്പിക്സ് ഓരോന്നും എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ, ഏത് തരത്തിലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ, നേരത്തെ PSC ചോദിച്ചിട്ടുള്ള അങ്ങനെയുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സായിരിക്കും. അപ്പോൾ ഞാൻ അത് മുന്നോടിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.